ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ലിസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈഫും അതേപോലെ തന്നെ വി ലുക്കപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ടെക്സ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ലിസ്റ്റ് 1 കുറച്ച് കുട്ടികളെ പേരും കൊടുത്തിട്ടുണ്ട്, അതേപോലെ ലിസ്റ്റ് 2 നമ്മൾ കുറച്ച് കുട്ടികളെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യിപ്പിച്ച് നോക്കാം. ആദ്യത്തതും ലിസ്റ്റ് 1ലെയും ലിസ്റ്റ് 2ലെയും പേരുകൾ ഒരേപോലെയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളിവിടെ കമ്പയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈക്വൽ ടു 2, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈഫ് എന്നിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ഈ സെല്ല് സെലക്ട് ചെയ്തു, എന്നിട്ട് ഈക്വൽ ടു 2, എന്നിട്ട് രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്തു. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ജസ്റ്റ് ഈക്വൽ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നോട്ട് ഈക്വൽ എന്നും ഡിസ്പ്ലേ ചെയ്ത് വരണം. ഈക്വൽ എന്നും നമ്മൾക്കിവിടെ രണ്ടും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് നോട്ട് ഈക്വൽ എന്നും ഡിസ്പ്ലേ ചെയ്ത് വരണം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ആദ്യത്തെ രാജും അങ്കിത എന്നുള്ളതും നമുക്ക് ഈക്വൽ അല്ല, അപ്പോൾ ഇവിടെ വന്ന് നോട്ട് ഈക്വൽ എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തത് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ എന്നും, മൂന്നാമത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഈക്വൽ അല്ല എന്നും, അടുത്തത് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ എന്നുള്ളതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈഫിൻ്റെ സഹായത്തോടു കൂടി രണ്ട് ലിസ്റ്റിലുള്ള ഡാറ്റാസ് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വി ലുക്കപ്പ് വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ഈ കൊടുത്ത ഈ ലിസ്റ്റ് 2ലുള്ള ഡാറ്റാസ് നമുക്ക് ലിസ്റ്റ് 1 എന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് എന്താണ് അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് നോട്ട് ഇൻ ലിസ്റ്റ് എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് നമ്മൾ വി ലുക്കപ്പ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വി ലുക്കപ്പിൽ വി ലുക്കപ്പ് എന്ന് എഴുതി, ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ടേബിൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. കോള ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, 1 എന്ന് കൊടുത്തു. എക്സ്ട്രാക്ട് മാച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് 0 എന്ന് ചേർത്തു, അതായത് ഫാൾസ് എന്നും ചേർത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ വാല്യൂ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഏതാണോ അതിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്നുകൂടി ടൈപ്പ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഭാഗം ഞാനൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വി ലുക്കപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളടത്ത് ഈ ലിസ്റ്റ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതൊന്ന് ലോക്ക് ചെയ്തിടുന്നുണ്ട്. F4 അമർത്തി ലോക്ക് ചെയ്തു. കോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ 1 കൊടുത്തു. എക്സ്ട്രാക്ട് മാച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇവിടെ ഫാൾസ് എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇതിൽ ചില ഡാറ്റാസുകൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്, എന്നാൽ ചില ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അതായത് ഈ നമ്പർ എന്തിലില്ല, ഇതിലില്ല. അതുകൊണ്ട് അത് N എന്നാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി ഇതിലില്ല നമ്പർ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആ നമ്പർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ നോട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ N എന്നുള്ളത് നമുക്കിവിടെ വരുന്നത് ഒരു ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ N എന്ന് കാണിക്കുന്നതിന് പകരം നമുക്ക് അവിടെ എന്ത് ചെയ്യണം, നോട്ട് ഇൻ ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈഫ് എറർ. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു ഫോർമുല കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ട, ഈഫ് എറർ എന്നുള്ള ഫോർമുല. അപ്പോൾ അതെങ്ങനെ വെച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ടു 2, എന്നിട്ട് ഇവിടെ വന്ന് ഈഫ് എറർ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് എറർ ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മളിവിടെ വന്ന് വി ലുക്കപ്പ് എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഓക്കെ, എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ജസ്റ്റ് ഇതുപോലെ ഈഫ് എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുല ഇവിടെ ചേർത്ത് കൊടുക്കാം. വി ലുക്കപ്പ് എന്ന് ചേർത്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഇത് ചേർത്ത് കൊടുത്തു. അതേപോലെ ടേബിൾ ഓഫ് അറേ എന്നുള്ളടത്ത് ഈ ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിലെ ഒന്നാമത്തെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ 1 എന്നും ചേർത്തു. എക്സ്ട്രാക്ട് മാച്ച് വരാൻ വേണ്ടി ഇവിടെ വന്ന് ഫാൾസ് എന്നും ചേർത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ആൻസർ വരും. ഇനി എറർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. നോട്ട് ഇൻ ലിസ്റ്റ് 1 എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ എറർ ആണെങ്കിൽ നമുക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത കണ്ടീഷൻ എറർ ആണെങ്കിലാണ് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇതിൻ്റെ എറർ എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുത്ത രണ്ടാമത്തെ ലിസ്റ്റിലുള്ള ഡാറ്റ ഒന്നാമത്തെ ലിസ്റ്റിൽ വരുന്നില്ല എന്നാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. ഈ ഭാഗം നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് F4 അമർത്തിയതിന് ശേഷം ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട്, ലോക്ക് ചെയ്യുന്നുണ്ട്. അതവിടെ സ്ഥിരമായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് F4 യൂസ് ചെയ്തത്. എന്നിട്ട് ഇവിടെ ഒന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഡാറ്റാസ് നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ
ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇതുപോലെ ആൻസർ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി മേ ബി ഇല്ലെങ്കിൽ, നമ്മൾ കൊടുത്തതിൽ ആൻസർ ഇല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യും, നോട്ട് ഇൻ ലിസ്റ്റ് 1 എന്നാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് രണ്ട് ലിസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഇതിലുള്ള ലിസ്റ്റ് ഡാറ്റ ഇതിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് നോട്ട് ഇൻ ലിസ്റ്റ് 2 കളർ ലിസ്റ്റ് 2 എന്ന് കാണിക്കണം, ഇല്ലെങ്കിൽ നോട്ട് ഇൻ കളർ ലിസ്റ്റ് എന്നും കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഡ സെൻട്രൽ ലൈന് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് ഈക്വൽ ടു വി ലുക്കപ്പ് ഈ ഫറർ നമ്മൾ ചേർക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഈ ഫറർ എന്ന് ചേർത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഇട്ടു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. ഇനി ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ ഓഫ് അറേ എന്നുള്ള ഭാഗം ഞാനൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഭാഗം ഞാൻ ഇവിടുന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് F4 അമർത്തി ലോക്ക് ചെയ്തു. കോൾ ഇൻഡെക്സ് നമ്പർ എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്തു, 1 എന്ന് കൊടുത്തു. ഇനി ഇവിടെ വന്ന് ഇത്രയും ചെയ്തതിന് ശേഷം എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഫാൾസ് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എറർ ആണെങ്കിൽ നോട്ട് കളർ ഇൻ സെക്കൻഡ് ലിസ്റ്റ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻ സെക്കൻഡ് ലിസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലിസ്റ്റ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഈ കൊടുത്ത ഡാറ്റ ഇതിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്ന് അവൈലബിൾ എന്ന് കാണിക്കും. ഇനി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ നമുക്കിവിടെ ഈ മെസ്സേജ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അതായത് രണ്ടാമത്തെ ആ ഡാറ്റാസ് ഇതിലില്ല എന്നാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ വന്ന് ഗ്രീൻ, ഓക്കെ, ഗ്രേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിൽ ഈ കളർ ലിസ്റ്റിലില്ല. അതേപോലെ തന്നെ ബ്ലാക്ക് എന്നുള്ളത് നമുക്ക് എന്തിലില്ല, ഈ കളർ ലിസ്റ്റിൽ ഇല്ല എന്നാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 മെത്തേഡുകളാണ് പഠിച്ചത്. ഒന്നാമത്തത് ഈഫ് എന്നും, അതേപോലെ രണ്ടാമത്തത് നമ്മൾ വി ലുക്കപ്പ് എന്നും, അതേപോലെ തന്നെ മൂന്നാമത്തത് നമ്മൾ ഈ ഫെറർ എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഈ വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചെയ്തു വെച്ച വർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ വർക്ക് നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.